നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം കുംഭമേളയിലേക്കുള്ള യാത്രയിൽ ഞാൻ കുറേ വീഡിയോസൊക്കെയാണ് ഇട്ടിരുന്നത്. എൻ്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല, എൻ്റെ യാത്രയെക്കുറിച്ചായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാനും എൻ്റെ മോനും കൂടെയാണ് കുംഭമേളയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ വളാഞ്ചിറ ഉള്ളതുകൊണ്ട് തന്നെ താമസിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട്, പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ സാധാരണ ഞാൻ അടുത്തിരിക്കുന്നവരോട് പെട്ടെന്ന് വർത്താനം പറയാൻ തുടങ്ങും. കാരണം എനിക്ക് അധികം നേരം വർത്താനം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് പരിചയപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, നമ്മളുമായിട്ടൊരു വൈബുള്ളവരാണെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം അങ്ങ് എത്തുന്നവരെ എനിക്കങ്ങനെ ആരും അടുത്ത് വർത്താനം പറയാനുണ്ടായിരുന്നില്ല. ഞാൻ വർത്താനം ഞാൻ ഇരുന്ന സ്ഥലത്തിൽ ഇടയ്ക്ക് 3 പേർക്കേ ഇരിക്കാൻ. വേണാടയിൽ ഇപ്പം ഒക്കെ ഭയങ്കര പാടാണല്ലോ, പരശുരാമിന് പാടാം, 3 സീറ്റായിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ കുറച്ച് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സീറ്റ് ഡിവൈഡറും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരാളുണ്ടായിരുന്നു, മൂന്നാമത് വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം നടുക്കത്തെ ആൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വേറെ അധികം ആരും ഇരിക്കാൻ വന്നില്ല. ഏകദേശം പട്ടാമ്പി ആയപ്പോൾ അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട്. തവന്നൂരുള്ള എൻ്റെ ഫ്രണ്ട് വിളിച്ചു, അതുപോലെ തവന്നൂർ ഇറങ്ങിയിട്ട് പോയാൽ മതി, അങ്ങനെ ഇങ്ങനെ മറ്റേ സ്ഥലത്ത് ഒക്കെ ഇറങ്ങിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പട്ടാമ്പി ആയപ്പോൾ ഞാൻ ഏത് സ്റ്റേഷനാണെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചേട്ടാ ഇത് സ്റ്റേഷൻ ഏതാ പറഞ്ഞു. പട്ടാമ്പിയായി, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങട്ടെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, നമുക്ക് അടുത്ത സ്റ്റേഷനിലുണ്ട്, അതെന്താ പുള്ളി അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, കുംഭമേളയ്ക്ക് പോകാനില്ലേ, കുറ്റിപ്പുറം സ്റ്റേഷനിലല്ലേ ഇറങ്ങുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പം ഞങ്ങൾ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു പത്രത്തിൽ നിന്ന്, ദീപികയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ആളാണ്. പൊൻകുന്നമാണ് വീടെന്ന് മനസ്സിലായി, ഒരു ക്രിസ്ത്യനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ഈ കുംഭമേള കാണാനുള്ള ആഗ്രഹം തോന്നിയത് എപ്പോഴാണെന്നറിയാമോ? അതായത് ദേശാടനം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നാവാമുകുന്ദനെക്കുറിച്ചും ഈ പറഞ്ഞ ഭാരതപ്പുഴയെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നുള്ള ഒരു കഥയാണ് നമ്മുടെ ഈ ദേശാടനം എന്ന് പറഞ്ഞ സിനിമ. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. വിജയരാഘവൻ്റെ സ്വന്തം മകനെ ദീക്ഷിതയിലേക്ക് വിടുന്ന ഒരു സംഭവം. അപ്പോൾ അന്ന് മുതലേ ഈ സ്ഥലം കാണണം എന്ന് പുള്ളിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഈ കുംഭമേള വന്നപ്പം അങ്ങനെയെങ്കിൽ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. പലരും ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇങ്ങനെ യാത്രകൾ ചെയ്യും കുറേയൊക്കെ, എന്നിട്ട് അത് പുള്ളി അധികം ഫോളോവേഴ്സൊന്നുമില്ല, പക്ഷേ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഷെയർ ചെയ്യും പോയതിനെക്കുറിച്ചുള്ള അനുഭവമൊക്കെ. അതിനെക്കുറിച്ചൊക്കെ എന്നെയും കൂടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പോയ സ്ഥലത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത് മൂകാംബിയെ പോകണം, ഇവിടുത്തെ ട്രെക്കിങ് എന്ന് പറയുന്നത് ഭയങ്കര അനുഭവമാണ്, ഈ പറഞ്ഞ നമ്മുടെ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിനോട്, ഗുഡജാദ്രി പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിതുപോലെ ഗുഡജാദ്രി പോയപ്പോൾ ആ ജീപ്പിലുണ്ടായിരുന്ന ആമ്പിള്ളേർ എല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർ ഈ ഗുഡജാദ്രി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മംഗലാപുരത്ത് ജോലി ചെയ്യുന്നവരുടെ അവധി ദിവസം നോക്കി വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമൊക്കെ ഞാൻ അദ്ദേഹത്തോടും പങ്കുവെച്ചു. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ദേശാടനം കണ്ടിട്ടാണ് ഈ സ്ഥലത്തെക്കുറിച്ചും ഈ സ്ഥലം കാണണം എന്നുള്ള ആഗ്രഹം പുള്ളിയുടെ മനസ്സിൽ വന്ന് അങ്ങനെ പുള്ളി വന്നതാണ്. അധികം നേരമില്ല, പുള്ളി വൈകിട്ടത്തെ ട്രെയിൻ തന്നെ ബസ്സിനോ മറ്റോ തിരിച്ചു പോകുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, റിട്ടയർമെൻറ്റിന് ശേഷം ഇതുപോലെ യാത്ര പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്ന കുറേ കൂട്ടുകാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അവർക്കൊന്നും എല്ലാവർക്കും എന്നല്ല, പലർക്കും പോകാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെയൊക്കെ മക്കൾ വിദേശത്താണ്. കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ ഈ മക്കളെ നോക്കാൻ വേണ്ടി ഇവരെ വിളിക്കും. പോകാതിരുന്നാൽ അവരുമായിട്ട് വഴക്കുണ്ടാകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് അവരങ്ങ് പോകും. ചിലരൊക്കെ അവിടെ ചെന്നിട്ട് പറയുമ്പോൾ എനിക്ക് ക്ലൈമറ്റ് പറ്റുന്നില്ല, എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ തിരിച്ചു പോരും. പക്ഷേ പലർക്കൊന്നും അതും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അവരൊക്കെ അവിടെ പെട്ടുപോവുകയാണ്. അവർക്ക് അവരുടെ ജീവിതമൊന്നും ഒരിക്കലും ആസ്വദിക്കാനോ ഒന്നും പറ്റുന്നില്ല. ശരിക്കും ഞാനിപ്പം പലപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ലുലു മാളിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറും മണ്ടന്മാരായിരുന്നു ചിലപ്പോൾ ആലോചിച്ച് പോകും. അതായത് അവരൊക്കെ നമുക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രം ജീവിച്ച് നോക്കി മരിച്ചവരാണ്. അവർക്ക് അവരുടെ സ്വന്തം ആഗ്രഹം എന്തെങ്കിലും അവർ ചെയ്തതായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ചെയ്തതായിട്ട് കണ്ടു. പിന്നെ എൻ്റെ അച്ഛന് ലോകം മുഴുവൻ ഈ മർച്ചൻ്റ് നേവിയാണ് സഞ്ചരിച്ചു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു യാത്രപ്രിയനായതുകൊണ്ട് ആ ഒരു യാത്രപ്രിയാണോ എനിക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. എനിക്കും യാത്രകളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പം അവർക്ക് പക്ഷേ നമ്മൾ അവസരം കൊടുക്കുന്നില്ല എന്നൊക്കെ തോന്നും. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾ മിക്കവരും അങ്ങനെയാണ്, മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അവരെ അങ്ങോട്ട് പറിച്ച് നടുന്നു, അവർക്കവിടെ ഒട്ടും പറ്റുന്നില്ല, അവരവിടെ ഒരു വിധത്തിൽ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ നാട്ടും നമ്മുടെ ജീവിതവും ഒന്നും അല്ല അവിടെ, തണുപ്പും അതിഭയങ്കരമായ ശൈത്യവും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർക്കത് ഈ വയസ്സാം കാലത്ത് അവർക്കത് താങ്ങാൻ പറ്റാത്തതിലധികമായിട്ട് ആണ്. പക്ഷേ എങ്കിലും മക്കളോട് പിണം കണ്ട എന്ന് വിചാരിച്ച് പലരും അത് സഹിച്ചു പോരുകയാണെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അവർ ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് വളരെ ചുരുക്കം. ചില ആൾക്കാർ ആസ്വദിക്കുന്നവരുണ്ട്, നല്ല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്നവർ പറഞ്ഞാൽ ആസ്വദിക്കുന്നവരുണ്ടാവാം. പക്ഷേ എന്നാലും ഒരു 50-50 ആസ്വദിക്കാത്തവരും ആസ്വദിക്കുന്നവരും ഉണ്ടാവാം.
പക്ഷെ പലരും നമ്മൾ അടുത്ത് ചോദിക്കുമ്പം അവർക്കത് അത്ര ഇഷ്ടപ്പെട്ടല്ല അവരവിടെ ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം എൻ്റെ അടുത്ത് വരുന്ന പലരും ഇങ്ങനെ സംസാരിക്കുമ്പം പറയും നമ്മൾ അവിടെ ചെന്നാലും നമ്മൾ വർക്ക് ചെയ്യണം എന്നൊക്കെ ചിലർ പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല കേട്ടോ. അതായത് അവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം, അവിടുത്തെ മക്കളൊന്നും നമ്മളെ നോക്കില്ല, അവിടെ ജീവിച്ച് വളർന്ന മക്കൾ, അവിടെ അങ്ങനത്തെ ഒരു കൾച്ചറാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. ഞാനതിനെ ഇത് കേട്ട് കഴിവുള്ളൂ, നമ്മൾ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ പ്രായമാകുമ്പം അവരുടെ ഇഷ്ടങ്ങൾ കൂടെ ഉള്ള സമയം അവർ കണ്ടെത്തട്ടെ എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇപ്പം നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നത്. അത് കഴിയുമ്പോൾ ഒരു പരിധി കഴിഞ്ഞ് അവർ സ്വന്തം കാലിൽ പ്രാഞ്ചി പോകാറാകുമ്പോൾ അവരെ സ്വന്തം കാര്യം നോക്കാറാകുമ്പോൾ അവരച്ഛനെയും അമ്മയും ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ള ഒരു കഥയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അനുഭവിച്ചൊരു കാര്യം, അല്ല അറിഞ്ഞൊരു കാര്യം, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യുക. ഭയങ്കര വെയിലാണ്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫോളോ ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ കാണാം. ബൈ.